വചനത്തിൻ്റെ തികവിൽ, വൻകൃപയിൽ, കുരിശിൻ്റെ നിഴലിൽ കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള വാഗ്ദത്തം മാത്രം മതി. ചേർന്ന് പാടാം. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്നറിയുവാൻ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ജീവനത്തിന്റെ പ്രതാപങ്ങളിൽ വീണു പോകാതെ, താളടിയായി മറിഞ്ഞിടാതെ ദൈവത്തിന്റെ തങ്കച്ചിറകളിൽ ചേർന്ന് നടക്കാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം എന്റെ ശൈലമാണ്. ചേർന്ന് പാടാം.
നാം പാടാൻ പോകുന്ന പാട്ട് 32-ാമത്തെ ഗീതം. കരുണാമയനാം കനിവിൻ്റെ നാഥ കരുതും അവൻ തൻ ചിറകടിയിൽ. നമ്മുടെ വിശ്വാസ യാത്രയിൽ കരഞ്ഞ് പോകുന്ന നിമിഷങ്ങൾ, തളർന്നു വീഴുന്ന നിമിഷങ്ങൾ, വീണു പോകാവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ കർത്താവ് കരം പിടിച്ച് ശ്രേഷ്ഠതയോടെ നടത്തുന്നുള്ള വലിയ വിശ്വാസ ധൈര്യത്തോടെ എഴുതിയ അനുഗ്രഹീതമായ പാട്ടാണല്ലോ. അബുദാബി മാർത്തോമാ ഇടവാംഗമായ ജോൺസൺ കടമനിട്ട രചന നിർവഹിച്ച് ശ്രീ ജോസി പുല്ലാട് സംഗീതം നൽകിയതായ പാട്ട് ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിൽ 32-ാമത്തെ പാട്ട്, കരുണാമയനാം കനിവിൻ്റെ നാഥൻ കരുതുമവൻ തൻ ചിറകടിയിൽ. പുതിയ പാട്ടാണല്ലോ, ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ പഠിക്കാനും തുടർന്ന് പാടാനും ഒക്കെ നമുക്ക് സഹായമാണല്ലോ. Aliva
പാടുന്ന ഒരു പുതിയ പാട്ടാണ്. ദൈവത്തിൻ ദാനമാം എൻ കുടുംബം. കുടുംബം ദൈവിക പദ്ധതിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവാനുഭവം കണ്ടെത്തുന്ന ഇടമായി നമുക്ക് കുടുംബ ബന്ധങ്ങളെ തീർക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ പാട്ടാണ്. എൻ്റെ രോഗങ്ങൾ അവൻ വഹിച്ചു, എൻ്റെ വേദനകൾ അവൻ ചുമന്നു. ഇത്ര സ്നേഹത്തെ നൽകിയ നാഥനെ കുടുംബമായി ആരാധിക്കാമെന്ന് നമ്മോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ പാട്ട് ദൈവത്തിൻ ദാനമാം എൻ കുടുംബത്തെ. 49ാമത്തെ പാട്ട്, സോങ് ബുക്കിൽ 49, 49ാമത്തെ പാട്ട് ചേർത്ത് പാടാം. ഈ പാട്ട് എഴുതിയത് ശ്രീ അരുൺ ഫിലിപ്പാണ്. എൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ഈ ഗീതത്തിൻ്റെ ഷാർജ മാർത്തോമ ഇടവാംഗമായ ശ്രീ അരുൺ ഫിലിപ്പാണ് എഴുതിയത്. അനുഗ്രഹീതമായ പാട്ടിൽ നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ ദാനമാം എൻ കുടുംബത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ.
ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അടുത്തതായിട്ട് നമ്മൾ പാടുന്നത് 67-ാമത്തെ പാട്ടാണ്. അതൊരു പുതിയ പാട്ടാണ്. യഹോവയെ വാഴ്ത്തിൻ, അവൻ സ്തുതികൾ ഓർത്തിടുവിൻ. ദുബൈ മാർത്തോമ ഇടവാംഗമായ ശ്രീ തോമസ് ചാക്കോ രചന നിർവഹിച്ച ശ്രീ ബിജു ജോൺ കെ സംഗീതം പകർന്നതായ പാട്ട് യഹോവയെ വാഴ്ത്തിൻ, അവൻ സ്തുതികൾ ഓർത്തിടുവിൻ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്ന നീതിമാന്മാരായ ദൈവത്തിൻ്റെ മക്കൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന ഈ അനുഗ്രഹീതമായ ഗീതം, അതിൻ്റെ ചരണങ്ങൾ, അതിൻ്റെ വാക്കുകൾ ഓരോന്നും നമ്മോട് പറയുന്നു. നിൻ്റെ ജീവിതത്തിൽ വരുന്ന രോഗപീഠകൾ, പ്രതികൂലങ്ങൾ, മരണഭയങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം നിന്നെ കാത്തു പരിപാലിക്കുന്ന, നിന്റെ വിശ്വാസ തീഷ്ണതയിൽ നിന്നെ ശ്രേഷ്ഠതയോടെ നടത്തുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. 67 യഹോവയെ വാഴ്ത്തിൻ, അവൻ സ്തുതികൾ ഓർത്തിടുവിൻ. കായിക സംഘത്തോട് ചേർന്ന് നമുക്കും പാടാം. ഒരുമിച്ച് പാടുമ്പോൾ പഠിക്കാമല്ലോ.